ചിക്കാഗോ ഒഹെയർ എയർപോർട്ടിൽ വെച്ച് ബിസിനസ്സുകാരനായ പരംജിത്ത് സിംഗിനെ അറസ്റ്റ് ചെയ്തത് അസ്വസ്ഥതപ്പെടുത്തുന്നു. നമ്മളെയൊക്കെ കരുതലുണ്ടാവണമെന്ന് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഭവമാണത്. അപ്പോൾ സംഗതി ഇത്രയേ ഉള്ളൂ. അദ്ദേഹം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു മിസ്ഡെമീനർ, അതായത് ഫെലണിയല്ല, ഒരു മിസ്ഡെമീനർ കുറ്റം ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ അതത്ര വലിയ ഗുരുതരമായ ഒരു കുറ്റമായിട്ട് നമുക്ക് കണക്കാക്കാൻ ആവില്ല. അപ്പോൾ കുറ്റം ഇത്രയേ ഉള്ളൂ, പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാര്യമാണ്. അങ്ങേരെ ഈ പൈസ കൊടുത്ത് ഉപയോഗിക്കേണ്ട ഫോൺ, പേ ഫോൺ, അത് പൈസ കൊടുക്കാതെ ഉപയോഗിച്ചു. അതിൻ്റെ പേരിൽ പിടിയിലായി. അതിന് പിഴയടയ്ക്കുകയോ അതിൻ്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. ശിക്ഷ എന്താണെന്ന് വ്യക്തമല്ല, മിക്കവാറും പിഴയായിരിക്കുമല്ലോ. അത് ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് വർഷങ്ങളായി. പക്ഷേ ആ ചാർജ് മിസ്ഡെമീനറിൽ ഇങ്ങനൊരു കുറ്റം ചുമത്തിയിരുന്നു എന്നുള്ളത് നമ്മുടെ ആ രേഖകളിലൊക്കെ നമ്മുടെ റെക്കോർഡ് പരിശോധിക്കുമ്പോൾ അതിൽ കാണും. അതിൻ്റെ പേരിൽ ഒരു മാസത്തിൽ ഏറെയായിട്ട് അങ്ങനെ ജയിലിലാക്കിയിരിക്കുന്നു, അറസ്റ്റിലായിരിക്കുന്നു. അവിടെ എയർപോർട്ടിൽ ഏകദേശം ഒരാഴ്ചയോളം എയർപോർട്ടിലെ തടവിൽ തന്നെയായിരുന്നു. അതിനുശേഷം ഏതാണ്ട് ജയിലിലേക്ക് മാറ്റുകയുണ്ടായി. അതിൻ്റെ ഇടയ്ക്ക് എയർപോർട്ടിൽ ഇയാൾ അറസ്റ്റിലായ കാര്യം വീട്ടുകാരൊന്നും അറിയുന്നില്ല. ഒടുവിൽ ഇയാൾക്ക് പലവിധ അസുഖങ്ങളുണ്ട്, ഹാർട്ടിന് അസുഖം, അങ്ങനെ പലവിധ അസുഖങ്ങളുണ്ട്. അസുഖത്തിന് മരുന്നൊന്നുമില്ല, ചികിത്സ ഒന്നും കാര്യമായിട്ടില്ല. അപ്പോൾ ആ എയർപോർട്ടിൽ വെച്ച് തന്നെ അടിയന്തര സാഹചര്യം ഉണ്ടായപ്പോൾ ഇയാളെ ആശുപത്രിയിലേക്കാക്കി. അപ്പോൾ ആശുപത്രിയിൽ നിന്ന് ബില്ല് വീട്ടിൽ വരുമ്പോഴാണ് ഇയാൾ അറസ്റ്റിലാണെന്നുള്ള കാര്യം വീട്ടുകാരറിയുന്നത്. അതിനുശേഷം അവർ വക്കീലിനെ വെച്ചു. വക്കീൽ ഒക്കെ അതിന് നടപടികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ചെയ്തത് ശരിയായില്ല, ഒരു അണത്തിക്കലായിട്ടുള്ള കാര്യമാണ് ഇമിഗ്രേഷൻ അധികൃതർ സ്വീകരിച്ചത്. എന്തായാലും ഇമിഗ്രേഷൻ അധികൃതർ പറയുന്നത് ഈ ഗ്രീൻ കാർഡൊക്കെ ഉള്ളവർ അല്ലെങ്കിൽ വിസയിലുള്ളവർ മുൻകാലത്ത് കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ അവരെ എയർപോർട്ടിൽ വരുമ്പോൾ തന്നെ അവരെ ഇങ്ങനെ തടങ്കലിലാക്കുന്ന, അറസ്റ്റ് ചെയ്ത് തടങ്കലിലാക്കുന്ന സ്ഥിതിയാണ്. തടങ്കലിലാക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഗ്രീൻ കാർഡും മുൻകാലത്ത് കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തവർ ഗ്രീൻ കാർഡ് മാത്രമേ ഉള്ളൂവെങ്കിൽ നാട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ എന്തായാലും ആവശ്യമാണ്. എന്തായാലും ഇങ്ങനെയുള്ള ചെറിയ കുറ്റങ്ങൾക്ക്, ചെറിയ കാര്യങ്ങൾക്ക് ഒരാളെ ഇങ്ങനെ, അതും അസുഖമുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യാമോ, ശിക്ഷിക്കാമോ, ജയിലിലാക്കാമോ എന്നുള്ള ചോദ്യമോട് ഉദിക്കുന്നു. എന്തായാലും ഗ്രീൻ കാർഡ് എന്ന് പറയുന്ന ഒരു അവകാശമല്ലാന്നാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ പറഞ്ഞത്. അത് എപ്പോൾ വേണമെങ്കിലും റദ്ദാക്കാം, എപ്പോൾ വേണമെങ്കിലും അതിനെതിരെ നടപടി എടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണ വിസ പോലെ തന്നെ ഗ്രീൻ കാർഡിനും പ്രത്യേക ഇതൊന്നുമില്ല, അതൊരു പ്രത്യേക അവകാശമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഈ മദ്യപിച്ച് വാഹനം ഓടിക്കുക, അതൊക്കെയാണല്ലോ നമ്മൾ ചെയ്യുന്ന, മലയാളികളൊക്കെ ചെയ്യുന്ന പ്രധാനപ്പെട്ട കുറ്റങ്ങളിലൊന്ന് അതാണ്. മദ്യപിച്ച അങ്ങനെ പിടിക്കപ്പെടുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സാധാരണയായിട്ട് നമുക്ക് ഉള്ളത്. എന്തായാലും കുറ്റകൃത്യങ്ങളുടെ റെക്കോർഡൊക്കെ ഉള്ളവർ ഒന്ന് കരുതിയിരിക്കേണ്ടത് ആവശ്യം തന്നെയാണ്, പ്രതീക്ഷിച്ചിരിക്കേണ്ടത്. ഇതിൻ്റെ ഇടയിൽ ഇവർ ഇപ്പം ഈ ഇമിഗ്രേഷൻ സർവീസ്, US ഇമിഗ്രേഷൻ സർവീസ് പുതിയ ഒരു ഫെഡറൽ രജിസ്റ്ററിലൊരു രേഖ സമർപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ പൗരത്വത്തിനുള്ള ആ ടെസ്റ്റ് അതിൽ മാറ്റം വരുത്താൻ പോകുന്നു. അപ്പം മാറ്റം വരുത്താൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ലതായിട്ട് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം, ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പറയാനും അറിഞ്ഞിരിക്കണം. പിന്നെ അമേരിക്കൻ ചരിത്രത്തെപ്പറ്റിയും അമേരിക്കയുടെ സിവിക്സിനെ പറ്റി, അവിടെ നമ്മുടെ ഗവൺമെൻറ് സംബന്ധിച്ച കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഒരു നല്ലൊരു ബോധ്യമുണ്ടായിരിക്കണം, അമേരിക്കൻ ചരിത്രത്തെപ്പറ്റിയൊക്കെ. പ്രായമുള്ളവരൊക്കെ എങ്ങനെയാണ് ഈ ബോധ്യമുണ്ടാവുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം എത്ര പേർക്ക് കുറച്ച് പൗരത്വം കൊടുക്കാമോ അത്രയും എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ അവരുടെ ലക്ഷ്യമെന്ന് കരുതേണ്ടിയിരിക്കുന്നു. എങ്ങനെയായാലും അതൊക്കെ ഉള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാനാവൂ, ആ ടെസ്റ്റ് പാസ്സാകാനാവൂ എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതിൻ്റെ കൂടെയാണ് ഈ പൗരന്മാരാകുന്നവരെ വെൽക്കം ചെയ്തുകൊണ്ട് സാധാരണ പ്രസിഡന്റുമാർ അവരെ വെൽക്കം ചെയ്തുകൊണ്ടുള്ളൊരു സന്ദേശം വീഡിയോയിൽ സാധാരണ കൊടുക്കാറുണ്ട്. ഇപ്പം ഞാൻ പൗരനായപ്പം, സിറ്റിസനായപ്പോൾ അന്ന് പ്രസിഡന്റ് ജോർജ് ബുഷാണ്. അപ്പോൾ ആ ഒരു 10-100 പേരുണ്ട് പൗരത്വം എടുക്കുന്നവർ. അപ്പോൾ ജോർജ് ബുഷിൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ എല്ലാവരും, കാരണം ജോർജ് ബുഷിനോട് പൊതുവിൽ അന്ന് എതിർപ്പുള്ളൊരു കാലമാണ്. അപ്പോൾ ജനങ്ങളെല്ലാം കൂടി അവിടെ പുതിയ പൗരന്മാരെല്ലാം കൂടി ചിരിക്കുകയാണ് ചെയ്യുന്നത്, കളിയാക്കി ചിരിക്കുകയാണ് ചെയ്യുന്നത് അമേരിക്കൻ പ്രസിഡന്റിനെ പറ്റി. അതായത് അമേരിക്ക നമുക്ക് പൗരത്വം തന്നു, ആ രാജ്യത്തിൻ്റെ പരമാധികാരിയെ പറ്റി ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ചിരിച്ചുകൊണ്ടാണ് അവർ എതിരേറ്റത്. എന്തായാലും ഇനി അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ പ്രസിഡന്റ് ട്രംപിൻ്റെ പുതിയ വെൽക്കം സ്പീച്ചിൽ അദ്ദേഹം ആ വെൽക്കം സ്പീച്ച് മാറ്റിക്കളഞ്ഞു. ആ പഴയ രീതിയിലുള്ള വെൽക്കം സ്പീച്ചല്ല. അപ്പോൾ പഴയ രീതിയിലുള്ള സ്പീച്ചിൽ നമ്മളിവിടെ ഡൈവേഴ്സിറ്റി, നമ്മൾ വ്യത്യസ്തത, നാനാത്വം, ഏകത്വം
പിന്നെ ഈ ലോകത്തിലുള്ള ആ വ്യത്യാസങ്ങളെല്ലാം നമ്മളിവിടെ ഇവിടെ ടോളറേറ്റ് ചെയ്യും. എല്ലാത്തരം വ്യത്യാസങ്ങളും ഇവിടെ നിങ്ങൾക്ക് അതേപോലെ തന്നെ പിന്നെ തുടരാൻ പറ്റും. നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ എന്നാലും നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഭാഗമാകും. ആ രീതിയിലുള്ള സന്ദേശമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷേ ട്രംപിൻ്റെ സന്ദേശം അങ്ങനെയല്ല. നിങ്ങൾ ഈ രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ ചരിത്രവും അതിൻ്റെ സംസ്കാരവും അതിൻ്റെ ഭാഗമായി മാറുകയാണ്. ഇവിടുത്തെ ഭരണഘടന നിങ്ങളുടെ ഭരണഘടനയായി മാറുകയാണ്. അതിനെ ഡിഫെൻഡ് ചെയ്യുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. ഈ സംസ്കാരത്തിൽ അലിഞ്ഞു ചേരാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തീരാനായിട്ട്, അല്ലാതെ മാറി നിൽക്കാനും നിങ്ങളുടെ തനതായ ഒരു സംസ്കാരവും അതിൻ്റെയൊക്കെ പുറകെ പോകാനുള്ളതല്ല. ഈ അമേരിക്കൻ സംസ്കാരവും അതിൻ്റെ ജീവിത രീതിയുമായിട്ട് പൊരുത്തപ്പെടാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ആ രീതിയിലാണ് ആ പുതിയ സന്ദേശം വന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ഇവിടെ വന്നിട്ട് മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുകയും അല്ലെങ്കിൽ മറ്റു സംസ്കാരത്തിൽ മറ്റൊരു ലോയൽറ്റി മറ്റൊരു രാജ്യത്തോട് മറ്റൊരു സംഘടനയോടോ സംസ്കാരത്തോടോ ഒക്കെ വിധേയത്വവും അതൊന്നും ഇവിടെ പറ്റത്തില്ല. അമേരിക്കയോടായിരിക്കണം നിങ്ങളുടെ വിധേയത്വം. അമേരിക്ക ഫസ്റ്റ്, അതുതന്നെയായിരിക്കണം നിങ്ങളുടെയും നയം. മാറ്റങ്ങളൊന്നും പാടില്ല എന്നാണ് ആ പ്രസിഡൻറ്റിൻ്റെ സന്ദേശത്തിൽ വ്യക്തമായി പറയുന്നത്. അത് ശക്തമായ വാക്കുകളിലാണ്. എന്തായാലും അതും നമ്മളൊന്ന് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്.